നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള തീവ്ര മുസ്ലിം മത ഭരണകൂടമുള്ള ഇറാനിൽ ഇപ്പോഴും ഒരു ചെറിയ സമൂഹം യഹൂദന്മാർ ജീവിക്കുന്നുണ്ട്. കോടതിയിൽ ഒരു യഹൂദന്റെ മൊഴിക്ക് ഒരു മുസ്ലിമിന്റെ മൊഴിയുടെ അതേ പ്രാധാന്യം ലഭിക്കുകയുമില്ല. ഇനി കൊലപാതക കേസുകളിലേക്ക് വന്നാൽ കുറ്റവാളിയുടെയും ഇരയുടെയും മതത്തെ ആശ്രയിച്ചാണ് ശിക്ഷാവിധികളൊക്കെ നടപ്പിലാക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അമേരിക്ക കൂടെ യുദ്ധത്തിലേക്ക് പങ്കാളിയായിരിക്കുന്നതോടുകൂടെ എന്താണ് ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്നതെന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇറാനുമായി ബന്ധപ്പെട്ട 2 വീഡിയോകൾ ചെയ്തിരുന്നു. ഒന്ന് ബൈബിളിലെ ഇറാൻ എന്നുള്ളതാണ്, രണ്ടാമത്തേത് ഇറാനിലെ ക്രൈസ്തവർ എന്നുള്ളതായിരുന്നു. ഈ പരമ്പരയിലെ 3-ാമത്തെ വീഡിയോ ഇറാനിലെ യഹൂദന്മാരെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള തീവ്ര മുസ്ലിം മത ഭരണകൂടമുള്ള ഇറാനിൽ ഇപ്പോഴും ഒരു ചെറിയ സമൂഹം യഹൂദന്മാർ ജീവിക്കുന്നുണ്ട്. ഇറാനിലെ യഹൂദന്മാരുടെ ചരിത്രം എന്താണ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ റിക്വസ്റ്റ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഹാലലിയ ന്യൂസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഇറാനിലെ യഹൂദന്മാർ. 1. ദീർഘകാലത്തെ ഒരു ചരിത്രമുണ്ട്. ഇറാനിലെ യഹൂദ സമൂഹം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള യഹൂദ സമൂഹങ്ങളിൽ ഒന്നാണ്. BC 6-ാം നൂറ്റാണ്ടിലെ ബാബിലോൺ പ്രവാസകാലം മുതൽ യഹൂദർക്ക് ഇറാനിൽ അല്ലെ പണ്ടത്തെ പേർഷ്യയിൽ സാന്നിധ്യമുണ്ട്. ബൈബിളിലെ എസ്ര, നെഹമ്യ, എസ്തേർ എന്നീ പുസ്തകങ്ങളിൽ പേർഷ്യൻ രാജാക്കന്മാരുമായുള്ള യഹൂദന്മാരുടെ ബന്ധങ്ങളെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. BC 586-ൽ, അതായത് 6-ാം നൂറ്റാണ്ടിൽ ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസർ രണ്ടാമൻ ജെറുസലേമിൽ ശലോമോൻ നിർമ്മിച്ച ദേവാലയം നശിപ്പിക്കുകയും അനേകം യഹൂദന്മാരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് പേർഷ്യയിൽ യഹൂദന്മാരുടെ സാന്നിധ്യം തുടങ്ങുന്നത്. പിന്നീട് പേർഷ്യൻ രാജാവായ കോരശ് അഥവാ സൈറസ് ഈ ബാബിലോൺ കീഴടക്കുകയും BC 538-ൽ യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. അവർക്ക് അവരുടെ ദേശത്തേക്ക് വേണമെങ്കിൽ മടങ്ങിപ്പോകാം. അവരുടെ ദേവാലയം നിർമ്മിക്കുവാനുള്ള അനുമതിയും അദ്ദേഹം നൽകി. അങ്ങനെ ധാരാളം യഹൂദന്മാർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. പക്ഷെ അപ്പോഴേക്ക് ബാബിലോണിൻ്റെ ഒരു പ്രമുഖ വിഭാഗമായി മാറിക്കഴിഞ്ഞിരുന്ന യഹൂദ സമൂഹം അവർ വ്യാപാരങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് നല്ല സാമ്പത്തിക ചുറ്റുപാടുകളിലേക്ക് എത്തിച്ചേർന്ന ധാരാളം യഹൂദന്മാർ ഉണ്ടായിരുന്നു. അവർ പേർഷ്യയിൽ തന്നെ തുടരുവാൻ തീരുമാനിച്ചു. ഇവരാണ് പിൽക്കാല ഇറാനിലെ ആദ്യത്തെ യഹൂദ സമൂഹമായി മാറിയത്, അല്ലെങ്കിൽ യഹൂദ സമൂഹത്തിൻ്റെ അടിത്തറയായി മാറിയത്. പിൽക്കാലത്ത് ഉദയം ചെയ്ത അഖിമെനീഡ്, പാർത്തിയൻ, സസാനിയൻ സാമ്രാജ്യങ്ങൾക്ക് കീഴിൽ യഹൂദർക്ക് മതപരമായ അംഗീകാരവും സ്വയംഭരണവും ഒക്കെ ചില കാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. പാർത്തിയൻ കാലഘട്ടത്തിൽ യഹൂദർ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു. സസാനിയൻ കാലഘട്ടത്തിൽ സ്വരാഷ്ട്രീയനിസം ഔദ്യോഗിക മതമായതോടെ ചിലപ്പോഴൊക്കെ മതപരമായ അടിച്ചമർത്തലുകൾക്കും യഹൂദന്മാർ വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ അറബ് ഇസ്ലാമിക ശക്തികൾ പേർഷ്യയെ കീഴടക്കി. അതോടുകൂടെ യഹൂദന്മാരുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലായി. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ദിമ്മി എന്ന പദവി നേടുന്നവർക്ക് മാത്രം തങ്ങളുടെ മതവിശ്വാസം നിലനിർത്താം എന്നുള്ളതായിരുന്നു നിയമം. അതിനായി ജിസിയ എന്ന പേരിലുള്ള പ്രത്യേക നികുതി നൽകണമായിരുന്നു. നികുതി നൽകി ദിമ്മി പദവി നേടിയാലും ചില സാമൂഹിക നിയന്ത്രണങ്ങൾക്ക് അവർ വിധേയരാകേണ്ടി വന്നിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നീട് ഷിയ മുസ്ലിങ്ങൾ ഇറാനിൽ പ്രബലമായതോടെ യഹൂദർ കൂടുതൽ വിവേചനങ്ങൾ നേരിടേണ്ടി വന്നു. 2. ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പുള്ള അവസ്ഥ. 20-ാം നൂറ്റാണ്ടിൽ പഹ്ലവി രാജവംശത്തിൻ്റെ ഭരണകാലം യഹൂദന്മാരുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു ഇത്. 1925 മുതൽ 1979 വരെയുള്ള ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ കാലത്ത് യഹൂദന്മാർക്ക് മുസ്ലിങ്ങളോടൊപ്പം തന്നെ
എല്ലാവിധ അവകാശങ്ങളും ലഭിച്ചിരുന്നു. അവർക്ക് സർക്കാർ ജോലികൾ നേടുവാനും യഹൂദന്മാർക്ക് തങ്ങളുടെ ഹീബ്രു സ്കൂളുകൾ നടത്തുവാനും ഒക്കെ അനുവാദമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. വാണിജ്യ രംഗത്തും മെഡിക്കൽ രംഗത്തും ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലുമൊക്കെ യഹൂദന്മാർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. ഈ കാലഘട്ടത്തിൽ ഇറാനിൽ ഏകദേശം 1,00,000-ലധികം യഹൂദന്മാരുണ്ടായിരുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ആയത്തുള്ള ഖുമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക റിപ്പബ്ലിക് നിലവിൽ വന്നതോടെ യഹൂദന്മാർ കടുത്ത ആശങ്കയിലായി. ഖുമേനി ആദ്യഘട്ടത്തിൽ യഹൂദ സമൂഹത്തിന് സംരക്ഷണമൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. ഖുമേനിയുടെ ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ നിലപാട് അത് യഹൂദന്മാർക്ക് ദോഷകരമായി ബാധിക്കുമെന്ന് അവർ ചിന്തിച്ചതുകൊണ്ട് വലിയൊരു വിഭാഗം യഹൂദന്മാർ ഇറാൻ വിട്ടുപോകുവാൻ തുടങ്ങി. അവർ ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ കുടിയേറി. അപ്പോഴും ഒരു ചെറിയ വിഭാഗം യഹൂദന്മാർ ഇറാനിൽ തുടർന്നു. അവരാണ് ഇന്നും ഇറാനിലുള്ള യഹൂദന്മാർ. 3. യഹൂദന്മാരുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു. നിലവിൽ 9,000-നും 20,000-നും ഇടയിലുള്ള യഹൂദന്മാരാണ് ഇറാനിൽ ഇപ്പോൾ ജീവിക്കുന്നതായി കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ഇസ്രായേലിന് പുറത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ യഹൂദ സമൂഹമാണ് ഇറാനിലുള്ളത്. ഇറാനിലെ ടെഹ്റാൻ, ഷിറാസ്, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് യഹൂദന്മാർ പാർക്കുന്നത്. യഹൂദന്മാർക്ക് ഇസ്രായേലിൽ 100ഓളം സിനഗോഗുകളുണ്ട്. അതിൽ 31 ടെഹ്റാനിലാണുള്ളത്. ആകെയുള്ള 100 സിനഗോഗുകളിൽ 20 മാത്രമേ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇസ്ലാമിക വിപ്ലവത്തിനു മുൻപ് 20 യഹൂദ സ്കൂളുകൾ ഇറാനിലുണ്ടായിരുന്നു. ഇപ്പോൾ കർശനമായ സർക്കാർ മേൽനോട്ടത്തിന് കീഴിൽ നടക്കുന്ന 5 യഹൂദ സ്കൂളുകൾ മാത്രമാണ് ഇറാനിലുള്ളത്. 4-മത്തെ കാര്യം, ഭരണഘടനാപരമായ അവകാശങ്ങളും വിവേചനങ്ങളും. ഇറാനിയൻ ഭരണഘടന യഹൂദ മതത്തെ ഒരു അംഗീകൃത മത ന്യൂനപക്ഷമായി അംഗീകരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കും സ്വരാഷ്ട്രീയക്കാർക്കും ഒക്കെ ഒപ്പം ഇറാൻ പാർലമെന്റായ മജ്ലിസിൽ ഒരു സംവരണ സീറ്റും യഹൂദന്മാർക്കുണ്ട്. നിലവിൽ ഹോമയൂൺ സാമഹ് എന്ന് പറയുന്ന യഹൂദനാണ് സമുദായത്തിൻ്റെ പ്രതിനിധിയായി മജ്ലിസിലുള്ളത്. ഭരണഘടന പല അവകാശങ്ങളും നൽകുന്നുണ്ടെങ്കിലും ശരീഅത്ത് നിയമം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും വ്യത്യസ്തമായ നിയമവ്യവസ്ഥിതിയാണ് നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന് യഹൂദന്മാർക്ക് സർക്കാരിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കാനോ സൈനിക കമാൻഡർമാരാകാനോ ജഡ്ജിമാരാകാനോ ഒന്നും കഴിയില്ല. കോടതിയിൽ ഒരു യഹൂദൻ്റെ മൊഴിക്ക് ഒരു മുസ്ലിമിൻ്റെ മൊഴിയുടെ അതേ പ്രാധാന്യം ലഭിക്കുകയുമില്ല. ഇനി കൊലപാതക കേസുകളിലേക്ക് വന്നാൽ കുറ്റവാളിയുടെയും ഇരയുടെയും മതത്തെ ആശ്രയിച്ചാണ് ശിക്ഷാവിധികളൊക്കെ നടപ്പിലാക്കുന്നത്. കൂടാതെ ഇസ്രായേൽ വിരുദ്ധ വികാരം ഇറാനിൽ അതിശക്തമാണ്. ഇത് യഹൂദ സമൂഹത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭരണകൂടത്തോടുള്ള കൂറ് തെളിയിക്കാനായി നിരന്തരം ഇസ്രായേലിനെ പരസ്യമായി തള്ളിപ്പറയുവാൻ യഹൂദന്മാർ നിർബന്ധിതരാകുന്നു. മാത്രവുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെതിരെ വലിയ റാലികൾ ഇറാനിൽ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അത്തരം റാലികളിൽ യഹൂദന്മാർ നിർബന്ധമായും പങ്കെടുക്കേണ്ടിയും വരാറുണ്ട്. 5. യഹൂദന്മാരുടെ അതിജീവനവും ഭാവിയും. ദീർഘകാലത്തെ ചരിത്രത്തിലും പ്രതിസന്ധികളിലും ഇറാനിലെ യഹൂദ സമൂഹം അവരുടെ മതപരമായ ആചാരങ്ങളും സാംസ്കാരിക പാരമ്പര്യങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ടെഹ്റാനിലെയും മറ്റ് നഗരങ്ങളിലെയും യഹൂദ ശ്മശാനങ്ങൾ, സിനഗോഗുകൾ എന്നിവയൊക്കെ അവരുടെ നിലനിൽപ്പിൻ്റെ തെളിവുകളുമാണ്. എന്നാൽ ഇസ്രായേലുമായുള്ള സംഘർഷം ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ യഹൂദ സമൂഹം കടുത്ത ഭയത്തിലാണ്. ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള അടിച്ചമർത്തലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. 2, ജനങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അവർ ഭീതിയോടെയാണ് കഴിയുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇറാനെ തങ്ങളുടെ മാതൃഭൂമിയായിട്ട് ഇവർ കാണുന്നത് കൊണ്ട്, അവരവിടെ ജനിച്ചു വളർന്നവരായതുകൊണ്ട്, നൂറ്റാണ്ടുകളായി അവിടെ വസിക്കുന്നവരായതുകൊണ്ട് അവിടെ തന്നെ തുടരുവാനായിട്ട് അവരാഗ്രഹിക്കുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യമാണ്. ചുരുക്കത്തിൽ ഇറാനിലെ യഹൂദ സമൂഹം ദീർഘകാലത്തെ സമ്പന്നമായ ചരിത്രമുള്ളവരാണ്. വിവിധ കാലഘട്ടങ്ങളിൽ അവർക്ക് അസഹിഷ്ണുതയും വിവേചനങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർക്കുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും അവർ തങ്ങളുടെ സാംസ്കാരികവും മതപരവുമായ സ്വത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട്
ഇറാനിൽ ജീവിക്കുന്നു. അവർക്കവിടെ സ്വസ്ഥമായി തുടരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. ഈ പ്രതിസന്ധികൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.